പ്രേഴ്സ് ലോഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ആമേൻ. നല്ല പ്രഭാതം തന്ന ദൈവത്തിന് നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ ആമേൻ സഹോദരങ്ങളെ, ആമേൻ. എത്രയോ ഒരാഴ്ചയിൽ കൂടുതലായി മഴ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടിൽ എത്രയോ ജീവിതങ്ങൾ ആമേൻ മരിച്ചു. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഉറങ്ങാത്ത രാത്രികൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി. വെള്ളത്തിൻ്റെയൊക്കെ വെള്ളമൊക്കെ കയറി വീടുമൊക്കെ ഉപേക്ഷിച്ച് മഴയൊന്ന് ആദ്യം പെയ്തു, അതിന് ശേഷം അത് കുറഞ്ഞ് വെള്ളം ഇറങ്ങിയിട്ട് ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം കയറി അവരുടെ സമ്പാദ്യം, അവരുടെ ഭവനം, അതുപോലെ അവരുണ്ടാക്കിയ എല്ലാം 2018 വന്നതിൽ കൂടുതൽ വെള്ളങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി. നമുക്ക് പ്രത്യേകിച്ച് ഈ സഹോദരങ്ങളെ ഓർത്ത്, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പ്രഭാതത്തിൽ കണ്ടോ, ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം രാവിലെ മഴയില്ലായിരുന്നു, എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ജോലിക്കൊക്കെ കടന്നുപോയി. അദ്ദേഹം പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും മഴ തുടങ്ങി. തോരാത്ത അന്നേരം തൊട്ട് പെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനേക സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ സകല മാനവനും രക്തത്തിന് രക്തവും മാംസത്തിന് മാംസമാണ്. ആരും നഷ്ടപ്പെട്ട് നശിച്ചും പോകരുത്. എല്ലാ രീതിയിലും അവരുടെ ജീവിതത്തിന് വേണ്ടി അത് ഈ ജലപ്രളയത്തിൽ നിന്ന് തമ്പുരാൻ നമ്മുടെ ദേശത്തെ സൂക്ഷിക്കുവാൻ, ഈ പേമാരിയിൽ നിന്ന് ഒരു വിടുതൽ നമ്മുടെ ദേശത്തിന് ലഭിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയിലൊക്കെ പലപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പം ചിന്തിക്കും, കർത്താവേ, എത്രയോ ജീവിതങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമില്ലാതെ ഈ ക്യാമ്പിലൊക്കെ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭവനത്തിലെ എൻ്റെ സഹോദരങ്ങൾ പോയി കിടന്ന അനുഭവമുള്ളവരുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പം വിഷമമുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും വരരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവവചനമൊക്കെ നിർത്തീകരിച്ചേ വെക്കൂ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ജലപ്രളയവും ഒക്കെ ഉണ്ടാകണം. അത് ദൈവവചനമാണ്, ഞാൻ വിശ്വസിക്കുന്നു. അതാ പാട്ടുകാരെങ്ങനെ പാടി, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ, രാജ്യങ്ങളോടെർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിടാം. അതേ പ്രിയപ്പെട്ടവരെ, കാലം ഇനി അധികമില്ല. കർത്താവിൻ്റെ വരവ് സമയമാകും. ദൈവത്തിൻ്റെ വചനം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, സത്യസുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിവൃത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നുതമ്പുരാൻ വരാറായി. ഹല്ലേലൂയ. ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ഈ പ്രളയ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന എല്ലാ ജനത്തെയും എൻ്റെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ തണുപ്പും അന്തരീക്ഷമൊക്കെ കൂടി രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങൾക്കൊക്കെ അതൊക്കെ ഒരുപാട് കൂടി ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രയർ ലൈനിലൊക്കെ ഞങ്ങൾ കാണുന്നു, അനുഭവിക്കുന്നു. അവരെയൊക്കെ തമ്പുരാൻ ആശ്വസിപ്പിക്കുവാൻ, അവരെയൊക്കെ ദൈവം സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന. കർത്താവേ, ആരും പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രളയത്തിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന ആപത്തിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തൻ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് നോക്കി, ഈ പ്രകൃതിയിൽ നിന്ന് കണ്ടേ, ഒരു തെളിച്ചം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരാഴ്ചയോളമായി ഏകദേശം ഇങ്ങനെ നിർത്താതെ പെയ്ത്ത് തുടങ്ങിയിട്ട്. ദൈവം പ്രകൃതിമേൽ അധികാരമുള്ളവനാണ്. ആ കർത്താവ്, ആ തമ്പുരാൻ നിങ്ങളെയൊക്കെ വിടുവിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ എനിക്കിപ്പോൾ ഒന്നിനും ഇറങ്ങി പുറപ്പെട്ട് അവരെ ഒന്ന് സഹായിക്കാനുള്ള കാര്യങ്ങളോ കാര്യശേഷിയോ ബലമോ ഒന്നും ഉള്ളവളല്ല ഞാൻ. എന്നാൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സഹായിക്കാൻ ദൈവം ജീവിതങ്ങളെ ഒരുക്കട്ടെ.
സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടെ ഈ പ്രഭാതത്തിലിരിക്കട്ടെ. ആമേൻ.